രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ന് 16 വയസ്സ്. 2008 നവംബർ 26 തീയതിയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നത്. അന്ന് രാത്രി 9:30 ആരംഭിച്ച ഭീകരാക്രമണം നീണ്ടുനിന്നത് ഏകദേശം 60 മണിക്കൂർ നേരമാണ്. രാജ്യത്തെ ഒന്നടങ്കം മുൾമുനയിലാക്കിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവമായി അങ്ങനെ മുംബൈ ഭീകരാക്രമണം മാറുകയായിരുന്നു. 2008 നവംബർ 26 തീയതി രാത്രി മുതൽ 3 ദിവസമാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നീണ്ടുനിന്നത്. എന്നത്തെയും പോലെ സഹജമായ തിരക്കുകളിലായിരുന്ന മുംബൈ നഗരത്തിൽ അന്നത്തെ ദിവസം രാത്രിയോടെ ഉയർന്നു കേട്ടതെല്ലാം വെടിയൊച്ചകളും നിലവിളികളുമായിരുന്നു. കടൽമാർഗം മുംബൈയിലെത്തിയ 10 ലഷ്കർ-ഇ തൊയ്ബ ഭീകരർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ കൊലക്കളമാക്കുകയായിരുന്നു. മുംബൈയിലെ നരിമാൻ ഹൗസ്, ലിയോപോൾഡ് കഫേ, ആഡംബര ഹോട്ടലുകളായ താജ്മഹൽ പാലസ്, ഒബ്രോയ് ട്രൈഡന്റ്, കാമ ഹോസ്പിറ്റൽ, ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഇവർ ചോരക്കളമാക്കി മാറ്റി. ചെറിയ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. ആദ്യം CST റെയിൽവേ സ്റ്റേഷനായിരുന്നു ഭീകരർ ലക്ഷ്യമിട്ടത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വെടിവെപ്പിൽ 58 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. CSTയിലെ വെടിവെപ്പിന് ശേഷം ഏകദേശം 10 മിനിറ്റുകൾക്ക് ശേഷമാണ് നരിമാൻ ഹൗസിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ജൂത പുരോഹിതനും ഭാര്യയും 5 ഇസ്രയേലി ബന്ദികളുമായിരുന്നു കൊല്ലപ്പെട്ടത്. ലിയോപോൾഡ് കഫേയിലാണ് പിന്നീട് ആക്രമണം നടത്തിയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് നേരെയായിരുന്നു ഭീകരർ വെടിയുതിർത്തത്. കഫേയിൽ നിന്ന് താജ് ഹോട്ടലിലേക്ക് പോയ ഷോയിബ്, ഉമർ എന്നീ ലഷ്കർ ഭീകരർ യാത്രാമാർഗെ ടാക്സിയിലും ബോംബ് സ്ഥാപിച്ചിരുന്നു. പിന്നീട് താജിലെത്തിയ ഭീകരർ കണ്ണിനു മുന്നിൽ പെട്ടവർക്കെല്ലാം നേരെ നിറയൊഴിച്ചു. 31 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിലും സമാനമായിരുന്നു സാഹചര്യങ്ങൾ. റെസ്റ്റോറന്റ് വഴി ഹോട്ടലിലേക്ക് പ്രവേശിച്ച 2 അംഗ സംഘം ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവെപ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. പിന്നാലെ കാമ ആശുപത്രിയിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിലാണ് ATS മേധാവി ഹേമന്ത് കർക്കറെ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ജീപ്പ് തട്ടിയെടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് കസബ് എന്ന ഭീകരൻ പിടിയിലാകുന്നത്. ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടത് വിദേശികളടക്കം 166 പേരാണ്. 3 ദിവസം രാജ്യത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഏറ്റുമുട്ടൽ നവംബർ 29 രാവിലെ 8 മണിയോടെയാണ് അവസാനിച്ചത്. 9 ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 2012 നവംബറിൽ പിടിയിലായ ഭീകരൻ കസബിനെയും ഇന്ത്യൻ ഭരണകൂടം തൂക്കിലേറ്റി. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന പേരിലായിരുന്നു ഭീകരരെ കീഴ്പ്പെടുത്തിയ ദൗത്യം അറിയപ്പെട്ടത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ തീവ്രവാദ വിരുദ്ധ സേനാ മേധാവി ഹേമന്ത് കർക്കറെ, ACP അശോക് കാംതെ, ഇൻസ്പെക്ടർ വിജയ് സലസ്കർ, മലയാളിയായ NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടു. കാലമങ്ങനെ കടന്നു പോവുകയാണെങ്കിലും മുംബൈയിലെ വീഥികളിൽ ചിതറിവീണ രക്തത്തിന്റെ ചുവപ്പ് രാജ്യം ഇനിയും മറന്നിട്ടില്ല. ഒപ്പം കാതടപ്പിക്കുന്ന ആ വെടിയൊച്ചകളും.